നമ്മുടെ ദിലീപും മഞ്ജു വാര്യരും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവർ രണ്ടുപേരും. സിനിമ ലോകത്തു കൂടി കടന്നു വന്ന് നമ്മളെല്ലാവരെയും ഒരുപാട് സന്തോഷിപ്പിക്കുകയും നമുക്ക് എന്താ പറയുക നല്ലൊരു നേരമ്പോക്ക് തരുന്ന രണ്ട് കലാകാരന്മാരാണ് രണ്ടുപേരും. എന്താ പറയുക, മഞ്ജു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാറാണോ എന്ന് ചോദിച്ചാൽ സൂപ്പർ സ്റ്റാറിനേക്കാൾ അപ്പുറമുള്ള ഒരു നടിയാണ്, അനുഗ്രഹീത നടി. ദൈവം കല എന്ന് പറയുന്നത് അനുഗ്രഹിച്ചു കൊടുത്ത ഒരാളാണ് നമ്മുടെ മഞ്ജു വാര്യർ. അതുപോലെ തന്നെ ദിലീപും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ദിലീപിനെ മാറ്റി നിർത്തുക എന്ന് പറയുന്നതും മഞ്ജുവിനെ മാറ്റി നിർത്തുക എന്ന് പറയുന്നതും നമ്മൾ ആസ്വാദകർക്ക് അതൊരു ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. രണ്ടുപേരെ കുറിച്ചും ഈ ഒരു കാര്യത്തിൽ കുറ്റം പറയണത്, പരസ്പരം കുറ്റം പറയുന്നത്, ഈ ചാനലുകളിൽ ഇരുന്ന് കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് നല്ലൊരു വിഷമം മനസ്സിലുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ഒരാളെ വിട്ടൊരാളെ സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും സാധിക്കുന്ന ഒരു കാര്യമല്ല. രണ്ടു കൂട്ടരും കേരളത്തിൻ്റെ പ്രിയ നടനും നടിയുമാണ്, പ്രിയ മക്കളാണ്. അവർക്ക് രണ്ടുപേരെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുറ്റം പറയുന്നത്, ചാനലിൽ പറയുന്നത് കേൾക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. കുറ്റം ചെയ്തത് ആരാണെന്ന് വിചാരിക്കുക. കുറ്റം ചെയ്തവരെ ദൈവം കഠിനമായി ശിക്ഷിക്കണം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ മനസ്സ് വേദനിച്ചാലും അത് നമുക്ക് തുല്യം വേദനിക്കുന്നതിന് തുല്യമായിട്ട് ഞാൻ കാണുന്നത്. നമുക്ക് അവർ രണ്ടു കൂട്ടരെയും ഇങ്ങനെ അവർ ശരി ഇവിടെ ശരി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. കാരണം രണ്ടുപേരെയും നമ്മൾ ഒരുപോലെ തന്നെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്തവരെ കാലം അവർക്ക് മാപ്പ് കൊടുക്കാതിരിക്കട്ടെ, അവർക്ക് ആ ശിക്ഷ കിട്ടുക തന്നെ വേണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ശിക്ഷിക്കാതെ പോവരുത്. പക്ഷേ ഒരു കോടതി ദിലീപിനെ വെറുതെ വിട്ടു എന്ന് വിചാരിച്ച് ഇനി രണ്ട് കോടതികളുണ്ട്. അപ്പോൾ ആ ഒരു വിധി വരുന്നവരെങ്കിലും കുറ്റം പറയുന്നവർ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന് മാറി നിൽക്കുക. അവസാനത്തെ ഒരു ജഡ്ജ്മെൻറ്റ് വരുന്നവരെ, അവസാനത്തെ ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് തീരുമാനിക്കാം ഇതിൽ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും.